ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മീനാക്ഷി. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നേ വരെ ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നേ വരെ ഞാൻ ഒരു വീഡിയോസിന് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല പല ഇഷ്യൂസും. അപ്പം ഞാൻ പതിയെ ഇനി അങ്ങനെയല്ല കുറേ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയൊക്കെയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആ വ്യക്തി പറഞ്ഞ പല പല കാര്യങ്ങളെയും പറ്റിയാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇനിയും ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരും റിയാക്ട് ചെയ്യണം, എന്നാലാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ കുറിച്ചാണ്, വെളുത്തഭാമ ടീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഈ ഇടയായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അതിൻ്റെ ചെറിയൊരു കട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വ്യക്തിയെയാണ് പുള്ളിക്കാരത്തി മെൻഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് കേട്ടാൽ അറിയാം. കോമൺ സെൻസ് ഉള്ള എല്ലാ വ്യക്തികൾക്കും അതൊരു വ്യക്തിയാണ് പറയുന്നത്, ഒരു വ്യക്തിഹത്യ തന്നെ ആണ് ചെയ്യുന്നതെന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാ വ്യക്തികൾക്കും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ്, എനിക്ക് അറിയത്തില്ല അത് ഏത് ചാനലിലാണ് വന്നേക്കുന്നതെന്നും എനിക്കറിയത്തില്ല ക്ലിയർ ആയിട്ട്. ഞാൻ ആ ഒരു വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് ഇവനെ കണ്ടാൽ കാക്കയുടെ നിറമാണ്, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കില്ല, അല്ലെങ്കിൽ ആണുങ്ങൾ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനത്തെ ഉള്ള ഒരു ഇതും ആണുങ്ങൾ കളിക്കില്ല. ഇനി അഥവാ കളിക്കുവാണെങ്കിൽ കുറച്ച് സൗന്ദര്യമുള്ള, കുറച്ച് വെളുത്ത് തുടുത്ത് നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന ആണുങ്ങളാണ് ഇങ്ങനത്തെ ഉള്ള ഡാൻസും പാട്ടും കളിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലവർ ഫസ്റ്റ് തന്നെ അതാരാണ്, അദ്ദേഹം എവിടത്തുകാരനാന്നൊക്കെ അവർ തന്നെ അതിന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെയാണ് എന്താ പറയുക പോയിന്റ് ചെയ്ത് പറഞ്ഞതെന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരതിൽ പറയുന്നത് അദ്ദേഹം ഒരു ചാലക്കുടിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഇവർ കാണുകയുണ്ടായി. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സഹിക്കില്ല, ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സഹിക്കില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നിറം കാക്കയുടെ നിറമാണ്. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയുക മോഹിനിയാട്ടം എന്നുള്ളൊരു ആർട്ട് ഫോം, അത് കാല് കുറച്ച് വൈഡാക്കി വെച്ച് കളിക്കേണ്ട ഒരു കലാരൂപമാണ് ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആണ് കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അരോചകമായിട്ടുള്ള കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്. അത് ആണുങ്ങൾക്ക് എന്താ കാല വൈഡാക്കി വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല? ആണുങ്ങൾ ഭരതനാട്യം പല 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 കാര്യങ്ങൾ ആണുങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്, ആണുങ്ങളെന്നല്ല പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ആർട്ട് ഡാൻസ് പാട്ട് അങ്ങനെ ഉള്ള കലകൾക്കൊക്കെ ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ള വേർതിരിവുണ്ടോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എനിക്കറിയില്ല, അങ്ങനെ ഒരു വേർതിരിവില്ല. ഡാൻസ് കളിക്കുന്ന എത്രയോ ആൺപിള്ളേരുണ്ട്, പാട്ട് പാടുന്ന എത്രയോ ആൺപിള്ളേരുണ്ട്. ഡാൻസും പാട്ടും എല്ലാം ചെയ്യുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നത് ആണുങ്ങൾ ഒരിക്കലും മോഹിനിയാട്ടം ഇങ്ങനെ കാല് വൈഡാക്കി വെച്ചിട്ട് കളിക്കത്തില്ല, ആണുങ്ങൾക്ക് അങ്ങനെ കാല് അകത്തി വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അത് നമുക്ക് കേട്ടാൽ തന്നെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് കേട്ടാൽ തന്നെ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവർ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള RLV രാമകൃഷ്ണൻ സാറിനെ പറ്റിയാണ് ഇവരിത് മെൻഷൻ ചെയ്യണേന്ന് നമുക്ക് കേട്ടാലേ അറിയാം. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മോഹിനിയാട്ടത്തിൽ PhD അങ്ങനത്തെ പല പല ഡിഗ്രീസ് ഒക്കെ ചെയ്ത PhD ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ RLV രാമകൃഷ്ണൻ സാറ്. സാർ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വലിയൊരു എന്താ പറയുക ഒരു അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം പഠിച്ചതൊക്കെ RLVയിലാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു എന്താ പറയുക നല്ലൊരു അധ്യാപകനാണ്, അത് നമുക്കറിയാം.
മണിച്ചേട്ടനെ അറിയണ പോലെ തന്നെ എല്ലാവർക്കും RV രാമകൃഷ്ണൻ സാറിനെ അറിയാൻ പറ്റും. അപ്പം ഇവർ പറയുന്നത് സാറ് ഏതോ ഒരു മോഹിനിയാട്ടം ഇവർ കണ്ടു. അപ്പോൾ ഇവർക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. കാരണം ഒരു ആണിങ്ങനെ കാലൊക്കെ വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുന്നത് ഇവർക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിൽ എന്താണ് ഇത്ര അരോചകമായിട്ട് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പല പല ഡാൻസുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കലാമണ്ഡലം സത്യഭാമ എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ നല്ലൊരു മോഹിനിയാട്ടം ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പോഴുള്ള പലവരും ആ ഒരു കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ എന്താ പറയുക സ്റ്റുഡൻസ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴുള്ള പല മോഹിനിയാട്ടം ആർട്ടിസ്റ്റുകളും അന്നത്തെ ടീച്ചറിൻ്റെ ഒരു എന്താ പറയുക സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്നുള്ള ഒരു വ്യക്തി ഈ ഒരു പേരിനെ എന്താ പറയുക ഈ ഒരു വ്യക്തി കാരണം ഈ ഒരു പേരിനെ നമ്മളിപ്പോൾ ഭയങ്കര മോശമായിട്ട് തന്നെ നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണ്. കാരണം അപ്പം ഈ ഒരു സത്യഭാമ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ കാരണം നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ തന്നെ നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇവരുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കുമ്പോഴത്തേക്കും നമുക്കത് അത്ര വലിയ എന്താ പറയുക എനിക്കത് അത്ര ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കേണ്ടത്, മോഹനൻ ആവരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു കാര്യം പറയുന്നത് നാട്യശാസ്ത്രത്തിൽ സൗന്ദര്യം എന്നുള്ളതിന് ഒരു എന്താ സൗന്ദര്യം എന്ന് പറയുന്നു. സൗന്ദര്യത്തെ പറ്റി അതിൽ പറയുന്നുണ്ട്. വെളുത്തവർ മാത്രമേ എന്താ പറയുക ഇത്തരം ആർട്ട് ഫോംസ് ഒക്കെ കളിക്കാൻ പാടുള്ളൂ, ഡാൻസ് കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എൻ്റെ ഒരു അറിവിൽ, എൻ്റെ എന്നല്ല എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു നാട്യശാസ്ത്രത്തിലും എന്താ വെളുത്തവർ മാത്രമേ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ. എന്താ പറയുക അത്രയും ഭംഗിയുള്ള മറ്റേ ദേവലോകത്തിൽ നിന്ന് വന്ന അപ്സരസുകളെ പോലത്തെ എന്താ പറയുക വ്യക്തികൾ മാത്രമേ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ദേവലോകത്തു നിന്ന് വന്ന അപ്സരനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങളാണ്. കാരണം അത്രയും സൗന്ദര്യമുള്ളവര്, അതായത് അവരെ പോലെ സൗന്ദര്യമുള്ളവർ എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ അവരെ പോലെ സൗന്ദര്യമുള്ളവർ ആണ് ഈ ഒരു ഡാൻസ് മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക നമുക്കൊക്കെ അത്ഭുതമാണല്ലോ ഇങ്ങനെ ഒരു അധ്യാപക വന്നിട്ട് അവരൊരു ടീച്ചറാണ്, അവരൊരു മോഹിനിയാട്ടം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ, അത് ഈ ഒരു കാലഘട്ടത്തിൽ പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നൊരു കാര്യം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനെ, അത് എന്ത് ടീച്ചറും ആയിക്കോട്ടെ, പാട്ടോ ഡാൻസോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ എന്ത് ടീച്ചറും ആയിക്കോട്ടെ, ഇപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അവരവരെ കുട്ടികളെ പറയുന്നത് അവർ നല്ലോണം അവർക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിൽ പോലും അവരെ പഠിപ്പിച്ച് അവരെ നല്ലൊരു രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് മാക്സിമം ആ കുട്ടികളെ നല്ലൊരു രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്താൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സും ട്രൈ ചെയ്യും. നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മളോടും ചെയ്തേക്കുന്നത്. വേറെ ടീച്ചേഴ്സ് ഇപ്പം സത്യഭാമേനെ പോലത്തെ പല ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ടാവും, ധനവമായി നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ അറിവിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നമ്മുടെ അച്ഛനും അമ്മേനെ പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ട ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് എന്താ പറയുക കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്, ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങളുടെ അടുത്ത് കറുത്ത കുട്ടികൾ പഠിക്കാൻ വരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്, അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കലോത്സവത്തിന് മത്സരങ്ങൾക്കും ഒന്നും പോകണ്ട, വല്ല അമ്പലങ്ങളിലോ വല്ല എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ ജസ്റ്റ് ഡാൻസ് കളിച്ചാൽ മാത്രം മതി, മോൾ പരിപാടികൾക്കൊന്നും പോകരുത്. പിന്നെ എന്താ ടീച്ചർക്ക് പൈസയും കറക്റ്റായിട്ട് തന്നെ മോൾ പരിപാടികൾക്കും കലോത്സവങ്ങൾക്കും ഒന്നും പോകരുത്, അല്ലാണ്ട് വല്ല അമ്പലപ്പറമ്പിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ കളിച്ചോളാനാണ് ഇവർ പറയുന്നതെന്നാണ് ഇവർ റിപ്പോർട്ടിനോട് ഒരു ഉളുപ്പുമില്ലാണ്ട് ഇവർ വന്നിരുന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ടീച്ചർക്ക് അങ്ങനെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അപ്പം ഞാനൊരു ടീച്ചറാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റും. കാരണം ടീച്ചേഴ്സിനെ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയാണ്.
ഒരുപോലെ ആവണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് പഠിക്കും. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നത്? അവർക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ കാണണം. പിന്നെ അവർ പല നമ്മൾ ചീത്തകളൊക്കെ പറഞ്ഞ് നമുക്കതൊരു ഉൾക്കൊള്ളാൻ പറ്റാണ്ടായി തോന്നും. പക്ഷെ അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ പറയാറുള്ളൂ. എന്നോട് ഒരു ടീച്ചേഴ്സും ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കൊരു അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ടീച്ചർ, ഒരു മോഹിനിയാട്ടം പഠിക്കുന്ന ഒരു ടീച്ചർ, ഇവർ വന്നിട്ട് ഇവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാനുള്ളതാണ്. ചിന്തിക്കാനുള്ളൊരു ബോധമില്ല. ഇത് എത്ര പേര് കാണുന്നതാണ്? ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എത്ര പേര് കാണുന്നതാണ് ഈ ഒരു ഇവർ പറയുന്ന ഈ കാര്യങ്ങൾ? അതും ഇവർ റിപ്പോർട്ടേഴ്സിനോടൊക്കെ പറയുന്നതെന്ന് വാക്കുകളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ സഹിക്കത്തില്ല. അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് ഇവർ ചാനൽ ചർച്ചകളിലും റിപ്പോർട്ടേഴ്സിനോടൊക്കെ വരുന്നത്. ഇവർ പറഞ്ഞത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. റിപ്പോർട്ടേഴ്സിനോട് പറയുന്ന കാര്യമാണ്. എങ്കിൽ പിന്നെ ഇവർ എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? ഇവർ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. അങ്ങനെ ആർക്കും റിയാക്ട് ചെയ്യാൻ പാടില്ലെന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെ പോലെ തന്നെ ഒത്തിരി പേര്, നമ്മുടെ ഹെലൻ ചേച്ചി ആണെങ്കിലും പിന്നെ സീക്രട്ട് ഏജന്റ്, അങ്ങനെ ഒത്തിരി പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു സത്യഭാമ ടീച്ചറുടെ കാര്യത്തിൽ മാത്രമല്ല, വെളുത്തഭാമ ടീച്ചറുടെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും പലവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കും റിയാക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. നമുക്ക് പല വീഡിയോസും ചെയ്യാം, നമുക്ക് പല രീതിയിൽ. പക്ഷെ മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിക്ക്, മറ്റൊരാളെ ഇങ്ങനെ മോശമായിട്ട് അവരെ മെന്റലി ഒരു ഇമ്പാക്റ്റ് കൊടുത്ത് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഇവര് റിപ്പോർട്ടേഴ്സിനോടൊക്കെ വളരെ മോശമായിട്ടാണ്, വളരെ മോശമായിട്ടാണ് റിപ്പോർട്ടേഴ്സിനോടാണെങ്കിലും ചാനൽ ചർച്ചയിലാണെങ്കിലും വന്നിരുന്ന് ഇവർ പറയുന്നത് വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ എനിക്ക് ടീച്ചറിനോട് പറയാനുള്ളത്, സത്യഭാമ ജൂനിയർ ടീച്ചറിനോട് പറയാനുള്ളത്, എവിടെയാണ്, ഏത് നാട്യശാസ്ത്രത്തിലാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു വെളുത്തവർക്ക് മാത്രമേ കളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതെൻ്റെ ഒരു ചോദ്യം. എൻ്റെ അറിവിലോ അല്ലെങ്കിൽ നമുക്കറിയാം അങ്ങനെ എവിടെയും ഒരു നാട്യശാസ്ത്രത്തിലോ ഒരു ഇതിലോ പറഞ്ഞിട്ടില്ല, ഒരു കലകൾക്കോ അങ്ങനെ ഒരു ഒരു ഇതില്ല. വെളുത്തവർക്ക് കളിക്കാൻ പാടുള്ളൂ, കറുത്തവർക്ക് കളിക്കാൻ പാടില്ല, വെളുത്തവർക്ക് പാട്ട് പാടാം, കറുത്തവർക്ക് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. കല എന്നത് എല്ലാ വ്യക്തിയിലും ഉള്ള ഒരു കാര്യമാണ്. അത് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നേക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അവിടെ ജാതിയോ മതമോ ഒരു ഇതുമില്ല. എല്ലാവർക്കും നമുക്ക് ഡാൻസോ പാട്ടോ ഡ്രോയിങ്ങോ പെയിന്റിങ്ങോ എന്ത് ആർട്ട് ഫോം വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു വ്യക്തികൾക്കും അവിടെ ഒരു ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഇവരാരാണ്? ആണുങ്ങൾ മോഹിനിയാട്ടം കളിച്ചാൽ എന്താ പ്രശ്നം? എന്താ എനിക്കറിയാൻ പാടില്ല. നമ്മളത് എൻജോയ് ചെയ്യും. ഇപ്പം ഞാൻ ആർ.വി. രാമകൃഷ്ണൻ സാറിൻ്റെ ആ ഒരു വീഡിയോ, ഞാൻ മോഹിനിയാട്ടം കളിക്കുന്ന ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ കണ്ടു ഈ ഒരു പ്രശ്നത്തിന് ശേഷം. അതിന് മുമ്പ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ അത് ഒരു എന്താ പറയുക, നമുക്ക് അരോചകമായിട്ടൊന്നും തോന്നാനില്ല. ഒരു നല്ലൊരു പുള്ളി അതിൽ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ, ആ ഒരു ഡാൻസ് പുള്ളി കളിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ഇത് മുഴുവനും സത്യഭാമ ഈ ഒരു ടീച്ചറിനെ നമുക്ക് ഒരിക്കലും ഇവർ പറഞ്ഞതിലും നമുക്ക് മുഴുവനുമായിട്ടും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, കലോത്സവത്തിന് മാർക്കിടാൻ ജഡ്ജസ് വരുമ്പോഴത്തേക്ക് അവിടെ സൗന്ദര്യം എന്നുള്ളൊരു ഇതാണ്. സൗന്ദര്യം പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെ പറയുന്നുണ്ട് അവർ. സൗന്ദര്യത്തിന് മാർക്ക്, കുട്ടിയുടെ ചുവടിന് മാർക്ക്, ഈ കാണിക്കുന്ന മുദ്രകൾക്കും കുട്ടിയുടെ ഇതിനൊക്കെ മാർക്ക് എന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അതോറിറ്റീസ് ഇവർക്ക് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുമ്പോൾ സത്യഭാമ ടീച്ചറുടെ കാഴ്ചപ്പാടിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? കുട്ടി വെളുത്താണോ കറുത്താണോ എന്നാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല അവരത് ഉദ്ദേശിക്കുന്നത് ആ ഡാൻസിന്റെ, ആ കുട്ടി കളിക്കുന്നതിന്റെ സൗന്ദര്യവും, ആ കുട്ടി എന്താ പറയാ ഡ്രസ്സ് എങ്ങനെയാണ്, അതിന്റെ കോസ്റ്റ്യൂംസ് എങ്ങനെയാണ്, അതിന്റെ ഓർണമെന്റ്സ് എങ്ങനെയാണ്, ആ കുട്ടിയെ കാണാൻ മൊത്തത്തിലുള്ള അപ്പിയറൻസ് എങ്ങനെയാണ് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കുട്ടി വെളുത്തതാണോ കറുത്തതാണോ എന്ന അല്ല അതിലൊരിക്കലും സൗന്ദര്യത്തിന് മാർക്ക് ഇടുക എന്നുള്ളതിൽ പറയും. അപ്പം നമുക്ക് ഒരിക്കലും സത്യഭാമ ടീച്ചറിനെ മാത്രം അടച്ചങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ
കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാറുണ്ട്. എനിക്കും ഇങ്ങനെ പേഴ്സണലി ഒത്തിരി ബോഡി ഷെയ്മിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്താ പറയുക, വെളുത്തിരിക്കണോ കറുത്തിരിക്കണോ ആ ഒരു രീതിയിലല്ല. ബോഡി ഷെയ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും ഉണ്ട്. ഇപ്പം എനിക്ക് അത്യാവശ്യം ഒത്തിരി വണ്ണമുണ്ട്, അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു കൂട്ടത്തിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്നെ ഒത്തിരി പേര് ഇതുപോലെ എന്താ ബോഡി ഷെയ്മിങ് ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല രീതിയിലും. അത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സ്, ഫാമിലി, സൊസൈറ്റി, എല്ലാവരും, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താണ് ഇങ്ങനെ പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണോണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, മറ്റൊരാളെ ബോഡി ഷേമിങ്, ഞാൻ ഇന്നേ വരെ ഒരു വ്യക്തിയെയും ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഞാനൊരു വ്യക്തിനെ ഇന്നേ വരെ ഞാൻ ബോഡി ഷേം ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കാം. നമ്മളെ എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചിട്ട് വേണം മറ്റൊരാളെ നമ്മൾ കുറ്റം പറയാനായിട്ട്. ഈ ലോകത്ത് ഒരു വ്യക്തികളും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളും ഈ ലോകത്തില്ല. അങ്ങനെ പെർഫെക്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പല വ്യക്തികളും ഈ ലോകത്തുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. എന്താ പറയുക, നമുക്ക് മനസ്സിലാവും ഞാൻ പെർഫെക്റ്റ് ആണ് വരുത്തിയിരിക്കുന്ന പല പകൽമാന്യന്മാരൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഞാനൊരിക്കലും പെർഫെക്റ്റ് ആണെന്നും ഞാൻ എന്താണ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ മറ്റൊരാളെ ബോഡി ഷേം ചെയ്യാൻ, അയ്യോ നിനക്ക് കറുത്ത നിറമാണ്, അയ്യോ നീ വണ്ണം വെച്ചിട്ടാണ് ഇരിക്കുന്നത്, നീ ഇങ്ങനെ ലിംബൂസ് പോലെയാണ് ഇരിക്കുന്നത്, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് സെൽഫ് ലവ് എന്നുള്ള സംഭവം ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സത്യഭാമ ടീച്ചറിൻ്റെ വാക്കുകളോ ഒരു ആൾക്കാരുടെ വാക്കുകളോ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പലവട്ടം ഒരു 5-6 വട്ടം പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവരത് തലയിൽ കൊള്ളാനേ പോകുന്നില്ല. അത് മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കാം. ആ വഴിയിൽ വന്ന ഓരോ വലിയ കല്ലുകളും കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളങ്ങ് മൈൻഡ് ചെയ്യാണ്ട് പോവാം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സത്യഭാമ ടീച്ചറിനെ മാത്രം അങ്ങനെ അടച്ചങ്ങോട്ട് കുറ്റപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല. കാരണം ഈ ലോകം ഇപ്പം അങ്ങനെയാണ്, ഈ സൊസൈറ്റി അങ്ങനെയാണ്. അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ? ഇപ്പോഴും കറുപ്പും വെളുപ്പും തമ്മിൽ കമ്പയർ ചെയ്യുന്നവർ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ഉണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും നമുക്കൊരിക്കലും നന്നാക്കാനായിട്ട് പറ്റില്ല. അവരെല്ലാവരുടെയും മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റി ഇങ്ങനെയാണ് ചിന്തിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ നമ്മുടെ വഴിയിലൂടെ പോവുക. നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് ലവ് ഉണ്ടാവുക. കറുപ്പാണെങ്കിൽ വെളുപ്പാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ജനിച്ചപ്പോഴേ കിട്ടിയതാണ്. അത് നമുക്ക് തൊലി പൊളിച്ച് കളയാൻ പറ്റുമോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്? എനിക്ക് നോക്കിയിട്ട് ഒരു ഇതും തോന്നുന്നു. കാരണം കറുപ്പാണെങ്കിൽ എന്താ പ്രശ്നം? അത് അവരുടെ തൊലിയുടെ നിറമല്ലേ, നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സത്യഭാമ ടീച്ചർ ഏഷ്യൻ പെയിൻറ്റ്സ് ഒക്കെ കുട്ടിയൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സിന്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കണമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പം ഒത്തിരി പേര് അവർക്കെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മല്ലിക ചേച്ചി ആണെങ്കിലും, മല്ലിക സുകുമാരൻ, പുള്ളിക്കാരത്തി തന്നെ പറയുന്നത് ഇതാണ് സത്യഭാമ ടീച്ചർ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഡമ്മി. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവരെ നമുക്ക് ഒരിക്കലും ഒരു കലാമണ്ഡലം എന്നുള്ളൊരു പേര് ചേർത്ത് വിളിക്കാൻ നമുക്ക് തോന്നും. സത്യഭാമ എന്നുള്ള പേരൊന്നും ഇവർ വെളുത്തഭാമ എന്ന് തന്നെ ഇവരെ വിളിക്കേണ്ടത്. ഒരു വെളുത്തഭാമ ടീച്ചർ, സത്യഭാമ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവരെന്തിനാണ് അത്രയും ഒരു നല്ലൊരു ടീച്ചർ, സത്യഭാമ ടീച്ചർ എന്നൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ എന്താ പറയാ, നമ്മൾ ശരിക്കും ഒരു ഗുരുവിനെ പോലെയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് സത്യഭാമ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് വെച്ച് ഇവരെ എനിക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ഇവരെ അഭിസംബോധന ചെയ്യാനോ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. എന്തിനാണ് ആ ഒരു ടീച്ചറിൻ്റെ അത്രയും നല്ലൊരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ പേര് നമ്മൾ കളയുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ അത് മാത്രം ഞാൻ പറഞ്ഞില്ലേ, സത്യഭാമ ടീച്ചറിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സൊസൈറ്റി അങ്ങനെയാണ്. ഇപ്പോഴത്തെ സൊസൈറ്റി ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിനെ വെളുപ്പിക്കുക, അത് കറുത്താണെങ്കിൽ അതിനെ എങ്ങനെ വെളുപ്പിക്കാം,
കുങ്കുമപ്പൂ ഇട്ട് കുടിക്കുക. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളോട് പറയുന്ന കാര്യം അതാണ്, കുറച്ച് പാലിൽ കുങ്കുമപ്പൂ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ കൊച്ചു വെളുക്കും. അങ്ങനത്തെ സൊസൈറ്റിയാണ് ഇപ്പം. നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരിക്കലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ ലോകം ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കി ജീവിക്കണം. പറയുന്നവർ പറയട്ടെ, നമ്മളെപ്പറ്റി പറയുന്നവർ പറയട്ടെ. നമ്മുടെ കഴിവുകളിൽ ഈ ലോകത്തെ എല്ലാ വ്യക്തികൾക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക, അതുമായി മുമ്പോട്ട് പോവുക. അതിൻ്റെ ഇടയിൽ വന്ന ചെറിയ ചെറിയ കല്ലുകളും വലിയ വലിയ കല്ലുകളൊക്കെ മൈൻഡ് ചെയ്യാണ്ട് അതിനെ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ താങ്ക് യു. ഇത്രയുള്ള എൻ്റെ റിയാക്ഷൻ വീഡിയോ. പിന്നെ ഈ ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ.